കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ദാനമായി നൽകി തന്നതിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നയോളം നമ്മെ നടത്തിയ ദൈവം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കരമാണ്. അത് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആ കരം നീട്ടുന്ന ദൈവമെന്ന് തിരുവചനം നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവ് മോശയോട് പറയുകയാണ്, യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുകിപ്പോയോ, എൻ്റെ വചനം നിവൃത്തി ആകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞു. അതേ ദൈവമക്കളെ, മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ജനം മരുഭൂമിയിൽ മോശയ്ക്ക് അഹരോനും വിരോധമായി പിറുപിറുത്തപ്പോൾ അവർ പലതിനെ ചൊല്ലി പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയം മോശ ദൈവത്തിൽ കൊണ്ടുവരികയാണ്. മോശയ്ക്ക് ഭാരമായി തീർന്നപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങ് പറഞ്ഞിട്ടല്ലയോ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു വന്നത്? അതുകൊണ്ട് ഈ മരുഭൂമിയിൽ അവർക്ക് ആവശ്യമുള്ള നന്മകൾ പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ യഹോവ മോശയോട് പറയുകയാണ്, യഹോവയുടെ കൈ കുറുകിപ്പോയോ? അതെ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ കരം കുറുകിപ്പോകുന്ന കരമല്ല. അവൻ്റെ കരം ഇന്നും ബലപ്പെട്ട കരമാണ്. ശക്തിയോടുകൂടെ തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ആ കരം കുറുകിപ്പോകുന്ന കരമല്ല. അത് മോശ കണ്ടു. ആമേൻ. മോശയോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. ആ അനുഗ്രഹങ്ങൾ, നന്മകൾ മോശ മാത്രമല്ല ജനമൊക്കെയും മരുഭൂമിയിൽ അനുഭവിപ്പാൻ ഇടയായിത്തീർന്നുവെന്ന് തിരുവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മോശ ജനത്തെ കൂട്ടി ദൈവത്തിൻ്റെ അരുളപ്പാടിൻ പ്രകാരം ദൈവസ്ഥനിൽ വിഷയങ്ങളെ വെച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ ആവശ്യമുള്ള നന്മകളെ നൽകി കൊടുത്തതുപോലെ നാം ആയിരിക്കുന്ന ഇടങ്ങൾ നിങ്ങൾ ആ ദൈവത്തിൻ്റെ കരം കാണുവാൻ, കർത്താവെ ആ കരം ഞാൻ അനുഭവിച്ചറിയുവാൻ, ആ കരത്തിൻ്റെ പ്രവൃത്തി മറ്റുള്ളവർ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് പൽക്കാലം പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ഈ ദിവസങ്ങൾ ആ കരം തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ആ കരം നീട്ടുന്ന ദൈവമാണ്. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ നാളുകളായി വിഷയത്തിന്മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, അവിടുത്തെ അത്ഭുത കരം ഞങ്ങൾ കാണട്ടെ. കർത്താവേ, അവിടുത്തെ കരത്തിൻ്റെ വല്ലഭത്വം ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. അവിടുത്തെ നാമം ഉയരുവാൻ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ സഹായിച്ചാട്ട് പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. രക്ഷകൻ്റെ അൻപുള്ള നാമത്തെ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.